ഈ മാസം തന്നെ എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ 5-ാം തീയതി ആയിട്ടുള്ളൂ. 3ാമത്തെ മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ മാസം 5-ാം തീയതിയിൽ 3 മരണങ്ങളായിട്ടുണ്ട്. ഈ വർഷം 36 മരണങ്ങളായിട്ടുണ്ട് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ. അപ്പൊ തീർച്ചയായിട്ടും വളരെ എന്താ പറയാ ആശങ്ക ഉളവാക്കുന്ന കണക്കുകൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഓരോ കേസുകളെയും പ്രത്യേകമായി പഠിച്ചിട്ട് അത് എന്തുകൊണ്ട് എവിടുന്ന് ലഭിച്ചു, അവർക്ക് എവിടുന്ന് കിട്ടിയെന്നുള്ള നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ആ വിവരങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ നമ്മുടെ മുന്നിലില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് സർക്കാർ ചെയ്യേണ്ടത് കുറച്ചുകൂടി സുതാര്യമാക്കണം ഇതിന്റെ ഡാറ്റയൊക്കെ. അങ്ങനെയല്ലേ നമുക്ക് മറ്റ് സർക്കാരിൽ നിന്ന് പുറത്തുള്ള വിദഗ്ധന്മാർക്കും ഇതിനെക്കുറിച്ചൊരു അഭിപ്രായമെങ്കിലും പറയണമെങ്കിൽ ഡാറ്റ സുതാര്യമായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ICMR ഒക്കെ സഹായത്തോടു കൂടി പഠനങ്ങൾ നടത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അത് ഇപ്പോഴും അതിന്റെ കൂടുതലായിട്ടുള്ള കണ്ടെത്തലുകളൊന്നും വന്നിട്ടില്ല. എങ്കിലും ഭയം വേണ്ട, നമുക്ക് ഇപ്പോഴും ജാഗ്രത മതി. നമ്മുടെ ഭൂരിഭാഗം ആളുകളിലും ഈ അമീബയുള്ള ജലം മൂക്കിലേക്ക് ശക്തമായിട്ട് അടിച്ചു കയറ്റുന്നതുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകൾക്കും വരുന്നത്. പിന്നെ ഈ അമീബയുള്ള ജലം അപൂർവമായിട്ട് വ്രണങ്ങളിൽ വന്നിട്ട് അത് മെല്ലെ തലച്ചോറിൽ വന്നിട്ട് അമീബിക് മസ്തിഷ്ക ജ്വരം വരുന്ന ഒരു സംഭവം കൂടി ഉണ്ടാവുന്നുണ്ട്. അത് അക്കാന്തമീബ എന്ന് പറയുന്ന ടൈപ്പ് അമീബയാണ് അത് ഉണ്ടാക്കുന്നത്. മറ്റേത് നിഗ്ലേറിയ എന്ന് പറഞ്ഞ അമീബയാണ്. ഇത് രണ്ടും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പക്ഷെ കൂടുതലും അക്കാന്തമീബയാണ്. എങ്കിലും എന്തുകൊണ്ട് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇത്രയധികം കേസുകൾ വർദ്ധിക്കുന്നു, ഇത്രയധികം മരണങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. നമ്മുടെ ജലാശയങ്ങളുടെ വൃത്തിഹീനതയായിരിക്കാം ഒരു കാരണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ കുളിക്കുന്ന വെള്ളം പോലും ഒരു വൃത്തി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും സപ്ലൈ ചെയ്യുന്ന വെള്ളത്തിൽ ആവശ്യത്തിന് ക്ലോറിനേഷൻ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതെല്ലാമാണ് നമുക്ക് ചെയ്യാവുന്നത്. പൂർണ്ണമായിട്ട് ഈ അസുഖങ്ങൾ ഇല്ലാതെയാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും കുറെ എങ്കിലും നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ഈ സാധാരണ നിലയിൽ മെയ് മാസം ജൂൺ മാസമൊക്കെയാണ് ഇത് കൂടുതൽ വരിക എന്ന് പറയുന്നത്. ഇപ്പൊ ഒക്ടോബർ നവംബറായി. ഈ നവംബറിൽ തന്നെ ഒരു 3 മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് ഇതില് കണക്കുകൾ കുറച്ച് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിലുള്ള കണക്കുകളാണ്. അപ്പൊ അത് എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ അതിന്റെ കൃത്യമായ റിപ്പോർട്ടുകൾ ഇനിയും ആയിട്ടില്ല. അപ്പൊ അത് എത്രയും ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ സർക്കാർ ചെയ്യേണ്ടതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.